ശ്രീ വിഷ്ണു മായേശ്വര ശ്രീ വിഷ്ണു ഒറ്റപ്പാലം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് LDF-ഉം UDF-ഉം ഒരുപോലെ പരിശോധന നടത്തണമെന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PMA ജലീൽ. ഒറ്റപ്പാലം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് LDF-ഉം UDF-ഉം ഒരുപോലെ പരിശോധന നടത്തണമെന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PMA ജലീൽ. UDF കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് പുറകോട്ട് പോയെന്നും അതേസമയം LDF-ന് 2021 ലഭിച്ച വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നും BJPക്ക് നല്ല നേട്ടമുണ്ടാക്കാൻ സാധിച്ചെന്നും ഇത് LDF-നും UDF-നും പ്രത്യേകം പരിശോധന നടത്തണമെന്നും PMA ജലീൽ പറഞ്ഞു. UDF അനുകൂലാരംഗം ഉണ്ടായിട്ടും ഒറ്റപ്പാലത്ത് UDF-ന് മുന്നോട്ട് വരാൻ കഴിയാത്തതും UDF പരിശോധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF-ന് കഴിഞ്ഞ തവണത്തേക്കാളും ഒരുപാട് പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. LDF-ന് 2021 ലഭിച്ച അതേ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. BJPക്ക് നല്ല നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് LDF-ഉം UDF-ഉം പരിശോധന നടത്തേണ്ടതാണ്. മാത്രമല്ല ഈ UDF-ന് ഇത്രയേറെ അനുകൂലമായ തരംഗമുണ്ടായിട്ടും മുന്നോട്ട് വരാൻ കഴിയാത്തതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും UDF നേതൃത്വം പരിശോധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒറ്റപ്പാലം നഗരസഭയിൽ BJP എങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തിയെന്നും അതിൽ CPM-ന്റെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിവെച്ച കച്ചവടത്തിന്റെ നേട്ടമാണ് BJPക്ക് ലഭിച്ച വോട്ടെന്നും PMA ജലീൽ ആരോപിച്ചു. CPM നേതൃത്വം ഇതിന് മറുപടി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ BJP എക്കാലത്തെയും ചരിത്രം മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ ഒന്നാം സ്ഥാനത്തെത്തിയതിൽ CPM-നുള്ള പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിവെച്ച ഈ കച്ചവടം, രാഷ്ട്രീയമായ കച്ചവടം, കൗൺസിലർമാരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി CPM-ഉം BJP-യും തമ്മിലുണ്ടാക്കിയ അവിഹിത ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ലഭിച്ച ഒരു നേട്ടമാണ് BJP ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്.